ഹായ് ഹലോ എല്ലാവർക്കും ആശസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്കിന്നൊരു ഉച്ചയൂണ് റെഡിയാക്കിയാലോ. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മ വീട്ടിലില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ മുഴുവൻ പണി ഏറ്റെടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പണികളെ ചെയ്യണ്ടോ. മെയിനായിട്ടുള്ള ഫുഡും കാര്യമില്ല അമ്മ തന്നെ ആക്കാറുള്ളത്. അപ്പോൾ അമ്മ ഇന്ന് പോകുമ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായി, ചോറ് വെച്ചിട്ടുണ്ട്, ബാക്കി കറിയും കാര്യങ്ങളൊക്കെ നീ ആക്കിക്കോയെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് മീൻ മുറിക്കാം. അപ്പോൾ ഇന്ന് കിട്ടിയ ഫിഷ് അയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും മുറിച്ചെടുക്കാൻ. പക്ഷേ എന്നാലും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു പണിയാണ് ഈ മീൻ വെട്ടുക എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നൊരു പണിയാണ്. അതുപോലെ തന്നെ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് വൃത്തിയാവും എന്നുള്ളൊരു മൈൻഡായിരിക്കും എനിക്കുണ്ടാവുക. അപ്പം സാധാരണ അല്ലെങ്കിൽ കത്തി മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ സിസർ മാത്രം മതി. പക്ഷേ എനിക്കിത് രണ്ടും വേണം മീൻ വെട്ടിയെടുക്കണമെങ്കിൽ. പിന്നെ ഈ അയിലേൻ്റെ തലയിലൊക്കെ ഒരു ചെറിയ കൂറ പോലത്തെ ഒരു സാധനം ഉണ്ടാവത്തില്ല, അതിന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ സൂക്ഷ്മമായി നോക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭാഗ്യത്തിന് അയിലേൻ്റെ തലയിൽ ഒന്നും അതുണ്ടായിട്ടില്ല. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് കുറച്ച് പുളി വാർന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ അകത്ത് 2-3 പീസ് ഞാൻ പൊരിക്കണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വരുന്ന മസാലയാണ് ആക്കുന്നത്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകും, പിന്നെ നേരത്തെ പുളി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ ലേശം പുളിയും കൂടി പൊഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. കാരണം നമ്മൾ കുറച്ച് സമയം അതങ്ങ് വെച്ചാലേ നമുക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് തേങ്ങ അരക്കാൻ മീനിന് വേണ്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ തേങ്ങയില്ല, അപ്പോൾ കുറച്ചേ ഉള്ളൂ. ഒലിച്ച് വെച്ചതുള്ളത് കൊണ്ട് വേഗം തേങ്ങ പൊതിച്ച് അതിൻ്റെ വെള്ളം കുടിച്ച് ഇനി ചിരവാന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തേങ്ങ ചിരമ്പ് ഒരു സുഖമാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു തേങ്ങ ഉണ്ടാവില്ല, അത് ഞാൻ കഴിക്കും, എന്നിട്ടാണ് ബാക്കി ചിരണ്ടത്തുള്ളൂ. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന അരപ്പാടാക്കാം. അപ്പോൾ തേങ്ങയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കാം. നമുക്ക് കറി വെക്കാം. അപ്പോൾ ചട്ടി ആദ്യം ഗ്യാസിൽ വെച്ച് കുറച്ച് പുളി പാർന്ന് ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പില്ല അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്രയുണ്ടോ അത് നോക്കിയിട്ട് അരപ്പ് അരച്ച ആ ഒരു ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ എത്ര വെള്ളം വേണം നോക്കി ഒഴിക്കുന്നത്. ഇനി ഗ്യാസ് കത്തിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, കറിവേപ്പില, ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം കൈകൊണ്ട് വേണം നമ്മളിപ്പം കറിയപ്പോൾ കലക്കിയെടുക്കാം. കാരണം കൈകൊണ്ട് കലക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ കറി അടുപ്പത്ത് വെച്ചു. കറി ഇതേ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പയർ മുറിച്ച് വെച്ചിട്ടുണ്ടായി. ഇനി പയറിലേക്ക് ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തേങ്ങ, ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വറവ് പൊട്ടിച്ച് നമുക്ക് ആ നമ്മൾ വറവും കൂടിയിട്ട് നന്നായിട്ട് അത് മൂടി വെക്കാം. ഇനി ആ സമയം ഞാനീ പോകുന്നത് എന്നറിയാം, വാഴയില പറിക്കാനാട്ടോ. ഞാൻ പൊരിച്ച വാഴയില ഉണ്ടാക്കാറില്ല. വാഴയിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ വാഴ തന്നെയാണത്. അപ്പുറത്ത് പോയി വാഴയൊക്കെ പറിച്ച് വന്നു. എന്നിട്ട് ഈ ഒരു ഇതിലാണ് ഞാനിങ്ങനെ വെക്കുക. ഫ്രൈ പാനിൽ ഈ വാഴയില വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അന്നേരം വേണ്ടു. പിന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വറവ് ആയിട്ടുണ്ട്, അങ്ങനെ പൊരിച്ച തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.